ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQueryയിലെ ഡിറ്റാച്ച് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച റിമൂവ്, അതേപോലെ തന്നെ empty, ഇതേപോലെ തന്നെ വരുന്ന മറ്റൊരു jQueryയിൽ വരുന്ന മെത്തേഡാണ് ഡിറ്റാച്ച്. ഡിറ്റാച്ച് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റിനുള്ളിലെ ഏതെങ്കിലും ഒരു എലമെൻസിൻ്റെ ഉള്ളിലത്തെ ഡാറ്റകളോ അല്ലെങ്കിൽ ആ എലമെൻസിനെ മുഴുവനായിട്ടും നമുക്ക് ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ടാണ് ഡിറ്റാച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിറ്റാച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു പ്രോഗ്രാം നമുക്കിവിടെ ചെയ്യാം. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഒരു പാരഗ്രാഫ് ടാഗ് കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ തന്നെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരു പാരഗ്രാഫ് ടാഗും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ബട്ടണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡിറ്റാച്ച് ചെയ്യുന്നത്. അതായത് പി എന്ന എലമെൻസുകൾ മുഴുവനായിട്ടും നമ്മുടെ വെബ് പേജിൽ നിന്നും ഒഴിവാകുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റെഡി എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷനെ കോൾ ചെയ്തു. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പി എന്നുള്ള എലമെൻറ്റ്സ്, അതായത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ പാരഗ്രാഫ് ടാഗുകളാണ് വരുന്നത് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഡാറ്റകൾസും റിമൂവ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ലൈവ് സെർവർ വെച്ച് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൺ ആവുകയോളം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് റൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ക്രീനിൻ്റെ മുമ്പുണ്ടായിരുന്നു, അതായത് ആ 2P എന്ന എലമെൻറ്റ്സ് ടാഗും നമ്മളുടെ സ്ക്രീനിൽ നിന്നും ഹൈഡായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒഴിവായി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ ഡിറ്റാച്ച് എന്ന മെത്തേഡ് ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.